പലരും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് മാറിടത്തിന് വലിപ്പമില്ലാത്തത്. മാറിടത്തിന് വലിപ്പം 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വെക്കണോ? അതിനുള്ള ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ. എന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും പിന്നെ നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. മാറിടത്തിന് വലിപ്പത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇടിഞ്ഞു തൂങ്ങിയ മാറിടവും മാറിടത്തിന് വലിപ്പമില്ലാത്തത് അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. മാറിടത്തിന് വലിപ്പം വെക്കാൻ ഇന്ന് വിപണിയിൽ പല ട്രീറ്റ്മെന്റുകളും ഉണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ദോഷം വരുത്താൻ ഇടയാകുന്നതാണ്. നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് ഒരു ഡ്രസ്സ് പോലും മാറിടത്തിന് വലിപ്പമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇടാൻ സാധിക്കില്ല. ഞാൻ ഈ പറയുന്ന കാര്യം 7 ദിവസം നിങ്ങൾ ഒന്ന് ചെയ്തു നോക്ക്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയതും പിന്നെ ഓയിൽ അടങ്ങിയ ആഹാരങ്ങളും കൂടാതെ തന്നെ ബട്ടർ, ചീസ് എന്നിവയൊക്കെ കഴിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഈസ്ട്രജൻ ഹോർമോൺ കൂട്ടാനായിട്ട് സഹായിക്കുന്ന ആഹാരങ്ങൾ കൂടുതലായി കഴിക്കുക. കൂടാതെ തന്നെ നമ്മുടെ മാറിടം വലിപ്പം വെക്കാനായിട്ട് ഫാറ്റിന്റെ ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തേക്ക് ആവശ്യമായിട്ടുള്ള ഫാറ്റ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാനും കൂടി നോക്കണം. അതിൽ പെടുന്നതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ മാറിടത്തിന് വ്യായാമത്തിലൂടെയും നമുക്ക് മാറിടത്തിന് വലിപ്പം വെപ്പിക്കാൻ സാധിക്കും. അതായത് പുഷപ്പ് ചെയ്യുന്നതും നമുക്ക് മാറിടത്തിന് വലിപ്പം വെപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ മാറിടത്തിന് നമ്മൾ മസാജ് ചെയ്തു കൊടുക്കണം. മസാജ് നമ്മുടെ ആ ഒരു ഏരിയയിലൊക്കെ ഉള്ള ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകാനും അതുമൂലം ആ ഒരു ഏരിയയിലേക്ക് രക്തോട്ടം കറക്റ്റ് ആവും. അതുമൂലം ഫാറ്റിന്റെ അളവ് വരികയും ഫാറ്റ് ഉൽപാദനം അവിടെ ഉണ്ടാവുകയും അപ്പം മാറിടം ഇൻക്രീസ് ആവാനും സാധിക്കും. ഉലുവ എന്ന് പറയുന്നത് ഈസ്ട്രജൻ ഹോർമോൺ വളരെയധികം കൂടിയ ഒന്നാണ്. ഉലുവയിട്ടുള്ള വെള്ളം നിങ്ങൾ തോരെ കുടിക്കാനും നോക്കുക. ഉലുവ കുടിക്കുന്നത് വെയിറ്റ് കുറയും എന്ന് നിങ്ങൾ പേടിക്കേണ്ട. ഉലുവ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫാറ്റിനെ ഉൽപ്പാദിപ്പിക്കാനും കഴിവുള്ളതാണ്. പിന്നെ അതിനകത്തേക്ക് ഉലുവ ഇടുന്നതിന് സമയത്ത് നിങ്ങൾക്ക് അതിനകത്തേക്ക് നമ്മുടെ നമ്മുടെ മസാല ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകം, അതും ഉലുവയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം വെറും വയറ്റിൽ നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കുക. അതിലിടുന്ന കിടക്കുന്ന ഉലുവയും ആ ഒരു പെരിഞ്ജീരകവും ചവച്ച് കഴിച്ചാലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒന്നിരാടങ്ങളിൽ മുട്ട വാട്ടി കുടിക്കാനും ഒക്കെ നോക്കുക. പിന്നെ കൂടാതെ തന്നെ പാല്, ബട്ടർ, ചീസ് ഇതൊക്കെ നിങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താനും കൂടി നോക്കേണ്ടതാണ്. ഓയിൽ മസാജ്, ബട്ടർ, അതായത് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കിയിട്ട് മാറിടത്തിന്റെ ഭാഗത്ത് തേച്ച് മസാജ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുകയും അതുമൂലം നമുക്ക് മാറിടം വലിപ്പം വെക്കാനും സാധിക്കും. നമ്മുടെ മാറിടത്തിന് ആവശ്യത്തിനുള്ള കൊഴുപ്പ് വേണം. അതായത് ആ ഒരു ഏരിയയിലേക്കുള്ള ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മാറിടം വലിപ്പം വെക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആഹാര കാര്യങ്ങൾ കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മാറിടത്തിന് ഈസ്ട്രജൻ ഹോർമോൺ ആണ് മാറിടം വലിപ്പം വെക്കാനായിട്ട് സാധിക്കുന്നത്. ഈസ്ട്രജൻ ഹോർമോൺ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനും കൂടി നിങ്ങൾ നോക്കേണ്ടതാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കൂടാതെ തന്നെ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മാറിടത്തിന് വലിപ്പം വെക്കാൻ സാധിക്കും. ഈ ഉലുവയും പെരിഞ്ജീരകവും ചേർന്നുള്ള വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ്. പല പഠനങ്ങളിൽ പറഞ്ഞതാണ് മാറിടത്തിന് പെട്ടെന്ന് തന്നെ വലിപ്പം വെക്കാൻ സാധിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വെള്ളത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത്. പിന്നെ അതിൽ കിടക്കുന്ന ഉലുവയും നിങ്ങൾ കഴിക്കാനും കൂടി നോക്കുക. പിന്നെ നമുക്ക് ഹോർമോൺ അതായത് ഈസ്ട്രജൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള ഫുഡുകൾ കഴിക്കണം. പിന്നെ നമുക്ക് മുട്ട എന്ന് പറയുന്നതും ചിക്കൻ്റെ കഴുത്ത് ഭാഗം ചേർത്തിട്ടുള്ളതും ചിക്കനും എല്ലാം കൂടി ചേർത്തിട്ടുള്ള നാടൻ ചിക്കൻ ആണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലാതെ ബോയിലർ ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല. നാടൻ ചിക്കൻ ആണെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു റിസൾട്ട് കിട്ടും. ബോയിലർ ആയാലും കുഴപ്പമില്ല. അതിൻ്റെ കഴുത്ത് ഭാഗവും ഒക്കെ ചേർത്തിട്ട് നിങ്ങൾ സൂപ്പ് ഉണ്ടാക്കണം. അതിലേക്ക് ഞാൻ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു തരാം. അതായത് നമ്മുടെ പെരിഞ്ജീരകം കൂടുതലായിട്ട് വേണം. കുരുമുളക്, പെരിഞ്ജീരകവും ഉലുവ, പെരിഞ്ജീരകവും 1 ടേബിൾ സ്പൂൺ ഉലുവയും ഇതെല്ലാം കൂടി ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഉലുവ 1 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം, പിന്നെ കൂടാതെ തന്നെ നമ്മുടെ കുരുമുളക്, ഇതും എല്ലാം കൂടി അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ കഴുത്ത് പീസും കുറച്ച് ചിക്കൻ പീസും അതിനകത്ത് നെയ്യ് അടങ്ങിയ പീസും ഉണ്ടല്ലോ അതെല്ലാം കൂടി ഒന്ന് ചൂടാക്കുക. വെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് പീസ് എത്ര വേണോ അത്ര എടുക്കുക.
കണക്ക് പറയുന്നില്ല. അത് ചൂടാക്കിയതിന് ശേഷം നമ്മളൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിട്ടിട്ട് നല്ല പോലെ ഒരു സൂപ്പ് രീതിയിലാക്കി നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇതിനകത്ത് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. നിങ്ങൾക്ക് എന്ത് എക്സ്ട്രാ ഫ്ലേവർ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇത് നല്ല പോലെ നിങ്ങൾ ഡെയിലി 2 നേരം വെച്ച് കുടിക്കാനായിട്ടൊക്കെ നോക്കുക. അപ്പം നമ്മുടെ ശരീരത്തേക്ക് ആവശ്യത്തിനുള്ള ഈസ്ട്രജൻ ഹോർമോൺ ഫുഡിലൂടെ ചെല്ലുകയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു മസാജും ചെറിയ രീതിയിലുള്ള വ്യായാമം കൂടി ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മാറിടം വലിപ്പം വെക്കാൻ സാധിക്കും. ഇത് 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഒന്ന് ചെയ്ത് നോക്ക്. റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട്, എന്നെ ഒന്ന് ചീത്ത വിളിച്ചോളൂ. ഇത് ഞാൻ പറ്റിപ്പിക്കുന്ന കാര്യമല്ല. ഒന്ന് ചെയ്ത് നോക്കണേ. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. സൂപ്പ് മസ്റ്റാണ്, കുടിക്കാൻ മറക്കരുത്. ഇപ്പോൾ ചിക്കൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് മുട്ട വാട്ടി 2 നേരം, അത് രാവിലെ 2 അങ്ങനെ വെച്ച് കുടിക്കാം. മുട്ട ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഞാൻ പിന്നെ എന്തോ പറയാൻ പറ്റും, ഈസ്ട്രജൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന വേറെ എന്തെങ്കിലും ആഹാരങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസ്ട്രജൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലുള്ള ആഹാരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ പീനട്ട് ബട്ടർ, അത് വളരെ നല്ലതാണ്. ചെറുകടല, നമ്മുടെ കടലയുണ്ടല്ലോ, കടല പുഴുങ്ങി കഴിക്കുന്നതും ഒക്കെ നമ്മുടെ ഈസ്ട്രജൻ ഹോർമോണും ഫാറ്റ്, അതായത് നമ്മുടെ മാറുടെ ഇൻക്രീസ് ആവാനൊക്കെ സാധിക്കുന്നതാണ്. നമ്മുടെ ദാൽ കറി, അതായത് പരിപ്പ് കറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുടിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ശരീരം കട്ടയ്ക്കാവാനും നമുക്ക് ആ ഒരു എനർജിയാണ് അതൊക്കെ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉറപ്പായും ഒന്ന് ചെയ്ത് നോക്ക്. 100% ആണ്. മാക്സിമം ഒരു വീഡിയോ ഷെയർ ചെയ്യണേ കേട്ടോ. എന്താണ് ചെയ്തിട്ടുള്ള റിസൾട്ടും ഒന്ന് പറയണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.